കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ യേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായേറ്റതാ സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡുകളിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നു ധാരണ തിരുത്തുക, അനുഗ്രഹം പ്രാപിക്കുക. നമ്മുടെ ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ പല അനുഗ്രഹങ്ങൾക്കും തടസ്സമാണ്. ഈ തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ പണ്ട് മുതലേ ചില ചിന്താഗതികൾ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ധാരണകളും നമുക്ക് പ്രശ്നം. അതുപോലെ തന്നെ ഈ തിരുവചനം കൂടുതലും ക്രൈസ്തവ പശ്ചാത്തലത്തിൽ വളർന്നു വന്നവർക്ക് ബൈബിളിലെ ഒത്തിരി വചനങ്ങൾ അതിൽ കൂടെ തന്നെ അത് നന്മയ്ക്ക് പകരം ചില വചനങ്ങൾ അവരുടെ ഹൃദയത്തിലൊരു തടസ്സമായിട്ടിരിക്കുക. നന്മ പ്രാപിക്കുന്നതിന് പകരം നന്മയ്ക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2 വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. വേറെടുത്ത് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവവചനം ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടാൽ നമുക്കത് അനുഗ്രഹമായിരിക്കും. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം അത് നമ്മൾ ധരിക്കുന്ന അല്പം ഒന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാം കുഴപ്പത്തിലാവും. അതുകൊണ്ട് വളരെ ദൈവവചനം ഏത് ഉദ്ദേശത്തോടു കൂടെ പറഞ്ഞോ അതേ ഉദ്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിൻ്റെ സത്ത, അതിൻ്റെ നന്മ നമുക്ക് കിട്ടിയെന്നിരിക്കില്ല. മാത്രമല്ല ചില വചനങ്ങൾ നന്മയ്ക്ക് പകരം അത് ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നമുക്ക് ആ വചനമായിരിക്കും ഏറ്റവും വലിയ വിലങ്ങുതടിയായിട്ടിരിക്കുന്നത്. സോ ധാരണകൾ തിരുത്തുക, അനുഗ്രഹം പ്രാപിക്കുക. ഇന്ന് നമ്മളുടെ ധാരണകൾ തിരുത്തി അനുഗ്രഹം പ്രാപിക്കാൻ ഒരു വചനമല്ല, ഒരു 3 തെറ്റിദ്ധാരണകൾ ഈ ഒറ്റ എപ്പിസോഡിൽ നമ്മളൊന്ന് കൈകാര്യം ചെയ്യാം. 3 തെറ്റിദ്ധാരണകൾ, 3 വേദഭാഗങ്ങൾ ഞാൻ വായിക്കും. ഈ 3 വേദഭാഗങ്ങളെക്കുറിച്ചും ഒത്തിരി തെറ്റിദ്ധാരണകൾ മനുഷ്യരുടെ ഇടയിൽ നിലനിൽപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ വചനമാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദഭാഗം ഞാൻ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം. അവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന ധനവാനായ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ വേദഭാഗമാണ്. അതിങ്ങനെയാണ്, മർക്കോസ് 10:21. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് കർത്താവ് പറയുന്ന മറുപടിയിൽ പ്രസക്ത ഭാഗമാണ്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇത് അനേകരുടെ മനസ്സിൽ ഒരു വലിയ ബ്ലോക്കായി നിൽക്കുന്നൊരു ദൈവ വചനഭാഗമാണ്. അതറിയേണ്ട പോലെ അറിഞ്ഞാൽ, ആ ഭാഗത്തിൻ്റെ സത്യം തിരിച്ചറിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ ഫ്രീ ആയിത്തീരും. രണ്ടാമത് ഒരു വേദഭാഗം കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നാണ്. 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 7-ാം അധ്യായം
10-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ടത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ദൈവം മനുഷ്യർക്ക് ഒരു ദുഃഖം കൊടുക്കുന്നു, അവനെ മാനസാന്തരപ്പെടുത്തുവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഒരുപക്ഷെ ചിലർക്ക് വരുന്ന അപകടങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ വ്യക്തിയെ നന്നാക്കാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ഈ രീതിയിൽ ഈ ദൈവവചനം എടുത്ത് അനേകർ ഇതിൻ്റെ നന്മയ്ക്ക് പകരം ഈ വചനം അവരെ ബന്ധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും നമ്മളിന്ന് പഠിക്കും. 3-ാമതൊരു വേദഭാഗം അതിൻ്റെ തൊട്ടടുത്ത അധ്യായത്തിലാണ്. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 9-ാം വാക്യം. 2 കൊരിന്ത്യർ 8:9. കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുക്രിസ്തു ദരിദ്രനായി തീർന്നു നിങ്ങൾ സമ്പന്നരാകാൻ എന്നാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതേത് സമ്പന്നതയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ ആത്മീയമായിട്ട് സമ്പന്നരാകാനാണ് യേശുക്രിസ്തു ദരിദ്രനായി തീർന്നത്. നമ്മൾ ഭൗതികമായി സമ്പത്തുണ്ടാകുന്നത് പാപമാണെന്നും അത് മാമോനാണെന്നുള്ള ധാരണയിൽ ഒത്തിരി പേര് സാമ്പത്തിക അനുഗ്രഹങ്ങൾ ദൈവഹിതമല്ല എന്ന് കണ്ടതിനെ വെറുത്തിട്ടുണ്ട്. ദൈവവും സമ്പന്നതയോട് വലിയ ശത്രുവാണ് എന്നുള്ള നിലയിൽ പലരും ചിന്തിച്ച് ആ അനുഗ്രഹം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും നമ്മളിന്ന് ചിന്തിക്കും. 3 വ്യത്യസ്ത ധാരണപ്പെശകൾ നമ്മളൊന്നൊന്ന് മാറ്റാൻ പോവാണ്. 1, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് യേശു പറഞ്ഞില്ലേ. 2, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ദൈവം ചില ദുഃഖം കൊടുത്ത് മനുഷ്യർക്ക് അവരെ അനുതാപത്തിലേക്ക് നടത്തുന്നു. 3, നമ്മുടെ കർത്താവായ യേശു ദരിദ്രനായത് നിങ്ങൾ സമ്പന്നരാകാൻ, അത് ആത്മീയ സമ്പന്നത മാത്രമാണെന്നുള്ള ധാരണ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒന്നൊന്നായി ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ 1-ാമത്തെ വിഷയം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാലേ സ്വർഗത്തിൽ പോകുകയുള്ളൂ. നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഒരു ചെറുപ്പക്കാരൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു. കർത്താവായ യേശു ആ വ്യക്തിയോട് പറഞ്ഞ മറുപടി അടങ്ങുന്ന ആ വേദഭാഗം ഞാൻ ഒന്നുകൂടെ പൂർണ്ണമായി വായിക്കാം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന്, ഒരുവൻ എന്നുള്ളത് മറ്റൊരു വേദഭാഗത്ത് ഒരു ധനവാനായ ചെറുപ്പക്കാരനാണ്, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിൻ്റെ മറുപടിയായി കർത്താവ് പറഞ്ഞു വരുമ്പോൾ 19-ാം വാക്യത്തിൽ, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനത്തെങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ഇതാണ് സംഭവം. എന്നാൽ ഈ സംഭവം കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാണെങ്കിൽ അതിൻ്റെ താഴെ ശിഷ്യന്മാർ യേശു കർത്താവിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ച ചോദ്യം കൂടെ ശ്രദ്ധിക്കണം. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ കടക്കുന്നത് എളുപ്പം എന്നുത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ പറഞ്ഞു. ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ യേശുക്രിസ്തുവിനോട് ഈ ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെയും കർത്താവ് കൊടുത്ത നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന മറുപടിയുടെയും
ഒക്കെ ആ ഭാഗത്ത് വരുന്ന ഒരു സമസ്യ, ആ കുരുക്ക് അഴിയുന്നത് കർത്താവിന് ശിഷ്യന്മാരുടെ തുടർന്നുള്ള സംശയത്തിന് മറുപടിയായി പറഞ്ഞ ഒടുവിലത്തെ വാക്യത്തിലാണ്. അതാണ് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു, എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും? ഇതല്ലേ നമ്മുടെയും ചോദ്യം. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണം, എങ്കിലേ നിനക്ക് സ്വർഗത്തിൽ സമ്പത്തുണ്ടാകത്തുള്ളൂ എന്ന് യേശു പറഞ്ഞു. പിന്നെ പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസം. അപ്പോൾ അവർ പിന്നെയും വിസ്മയിച്ചെന്ന്. എന്നേ കർത്താവ് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്ന വലിയ പ്രയാസമാണ്. അവരേറ്റവും വിസ്മയിച്ചു ശിഷ്യന്മാർ. എന്നിട്ട് അവർ തമ്മിൽ പറയുകയാണ്, എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ പറഞ്ഞു. ഉടനെ യേശു അവരെ നോക്കിയിട്ട് പറയുക, മനുഷ്യർക്ക് അസാധ്യം തന്നെ. ആദ്യം പറഞ്ഞു ധനവാന്മാർക്ക് പോകാനൊക്കത്തില്ലെന്ന്, ഇപ്പം പറയാണ് മനുഷ്യർക്ക് പറ്റത്തില്ല. അവിടുന്നാണ് ഇതിൻ്റെ കുരുക്കഴിയുന്നത്. ധനവാന് മാത്രമല്ല, ഒരു മനുഷ്യനും രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. രക്ഷ, പാപമോചനം, സ്വർഗം മനുഷ്യന് അറ്റൈൻ ചെയ്യാവുന്ന, മനുഷ്യന് പ്രാപിച്ചെടുക്കാവുന്ന, അവൻ്റെ ശ്രമം കൊണ്ടോ അവൻ സമ്പത്ത് വിട്ടൊഴിഞ്ഞതുകൊണ്ടോ അവൻ സമ്പത്ത് കൊടുത്തത് കൊണ്ടോ സ്വന്തം പ്രവൃത്തിയാൽ നേടിയെടുക്കാവുന്ന, ശ്രമം കൊണ്ട് നേടാവുന്ന ഒന്നല്ല ആത്മരക്ഷ. അത് ദൈവത്തിൻ്റെ ദാനമാണ്. സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. വെളിപ്പാട് പുസ്തകവും പറയാണ്, രക്ഷ എന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ദാനം. ഒരു രാജാവ് ഒരു പ്രജയ്ക്ക് എന്തെങ്കിലും ദാനമായി കൊടുക്കുമ്പോൾ പ്രജയിൽ നിന്നൊന്നും വാങ്ങാറില്ല. അങ്ങനെയാണെങ്കിൽ രാജാതിരാജാവും കർത്താവുമായ നമ്മുടെ കർത്താവ് മാനവജാതിക്ക് രക്ഷ ദാനമായി കൊടുത്തു. ആ രക്ഷ ദാനമായി കൊടുത്തതാണ് യേശു. ആ യേശു വന്നപ്പോൾ യേശുവിനോടാണ് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ ചോദിക്കുക. ഞാൻ ആ ചെറുപ്പക്കാരന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പേര് തരികയാണ്, ചെയ്ത് രക്ഷ നേടാൻ നോക്കുന്നവർ. ഇന്ന് ലോകം മുഴുവൻ മതം പറയുന്നത് യു ഡു, നീ ചെയ്യ്, നീ ഇന്നത് പ്രമാണിക്ക്. ആ പഴയ നിയമം, ബൈബിളിലെ പഴയ നിയമം, ക്രിസ്തുവിന് മുമ്പുള്ള യഹൂദന്മാരുടെ പഴയ നിയമത്തിലും 10 കൽപ്പനകൾ കൊടുത്തു. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. ഇത് തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ വന്ന് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പറഞ്ഞു, ദൈവരാജ്യത്തിൽ കടക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ലോകത്തിലെ സകല മനുഷ്യരും ചെയ്ത് ദൈവരാജ്യത്തിൽ കടക്കാനാണ് നോക്കുന്നത്. എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ സൽപ്രവൃത്തി കൊണ്ട്. ഞാൻ കുറച്ച് നല്ല ആളാണ്, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഞാൻ ആരുടെ അതിര് മാന്താൻ പോയിട്ടില്ല, കക്കമോട്ടിക്ക് ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് എന്തിനാ സുവിശേഷം പറയുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ നന്മ കൊണ്ട് അവിടെ കടക്കുന്നത് എന്ന് പലരും ധരിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കൊർന്നല്യോസ് എന്ന് പേരുള്ള ഒരു ശതാധിപനെക്കുറിച്ച് വായിക്കുന്നു. ആ മനുഷ്യനെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾ 10:1 പറയുന്നത്, അവൻ വളരെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, എല്ലാവർക്കും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. ഒത്തിരി ഗുണങ്ങളാണ് കൊർന്നല്യോസിനെ കുറിച്ച് പറഞ്ഞ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും, ശ്രദ്ധിക്കുക ഗുണങ്ങൾ, 1 ഭക്തനും, തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും, അവൻ ജനത്തിന് വളരെ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവനും, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ മനുഷ്യനെ പോലൊരു നല്ല മനുഷ്യൻ, ചിലർക്ക് പ്രാർത്ഥനയുണ്ട് പക്ഷേ ദാനധർമ്മം കാണത്തില്ല. ഇത് ദാനധർമ്മമുണ്ട്, ഭക്തനാണ്, കുടുംബം മുഴുവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാ. താഴ്ത്ത് വായിക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു ദൂതൻ തൻ്റെ അടുക്കൽ വരുന്നതായി കാണുന്നു. ഈ 10-ാം അധ്യായവും 11-ാം അധ്യായവും ഈ കൊർന്നല്യോസിൻ്റെ ഈ സംഭവമാണ്. ഈ 10-ാം അധ്യായം 11-ാം അധ്യായം ഇത് രണ്ടും കൊർന്നല്യോസിൻ്റെ സംഭവം തുടരുക. ഈ 2 അധ്യായങ്ങളായിട്ട് പഠിക്കുമ്പോൾ ഈ വന്ന ദൂതൻ, പ്രാർത്ഥനാ സമയത്ത് തനിക്ക് ദർശനത്തിൽ വന്ന ദൂതൻ പറയാണ്, കൊർന്നല്യോസേ, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ധർമ്മവും എല്ലാം ഇവിടെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. നോക്കുക, ഈ കൊർന്നല്യോസ് ഒരു യഹൂദനല്ല, ഒരു വിജാതീയനാണ്. ക്രൈസ്തവ അനുഭവം ഉണ്ടായിട്ടേ ഉള്ളൂ. വിജാതീയരാരും ക്രൈസ്തവ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. അപ്പം ക്രൈസ്തവനല്ല, യഹൂദനല്ല, അദ്ദേഹം ഏതോ ഒരു ജാതിയിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഒരു സത്യദൈവത്തെക്കുറിച്ചുള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുക, ദൈവഭക്തിയിൽ ജീവിക്കുക, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ വേണേൽ ചോദിക്കും, കൊർന്നല്യോസ് സ്വർഗത്തിൽ പോകത്തില്ലേ? അക്കോർഡിംഗ് ടു അവർ സ്റ്റാൻഡേർഡ്സ് ഷുവർ ഹി വിൽ ഗോ. നമ്മുടെ അളവുകോൽ വെച്ച്, നമ്മുടെ മനസ്സിലെ നന്മയെക്കുറിച്ചുള്ള, നീതിയെക്കുറിച്ചുള്ള ചിന്ത വെച്ച് അയാൾ നല്ല ആളല്ലേ, നീതിമാനല്ലെന്ന് തോന്നും.
പക്ഷെ ദൈവത്തിന് മുമ്പിലല്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരെന്ന് നമ്മൾ പറയുന്നവർ ദൈവത്തിൻ്റെ സ്കെയിലിൽ നീതിമാന്മാരല്ല. ദൈവത്തിൻ്റെ നീതിയുടെ അളവുകോൽ അതല്ല. അതിൻ്റെ കാരണം ഈ ലോകത്ത് ജനിച്ച സകല മനുഷ്യരും ആദാമി കുലത്തിൽ ജനിച്ചവർ പാപികളാണ്. പക്ഷേ ഞാൻ എൻ്റെ അകത്തുള്ള പാപത്തെ എനിക്ക് ന്യായപ്രമാണം കിട്ടിയവർ ചില പ്രമാണം വെച്ചവർ ഒതുക്കിയെന്നിരിക്കും. അല്ലെങ്കിൽ നല്ല ഒരു കുടുംബത്തിൽ വളർന്നവരാണെങ്കിൽ അവർക്ക് ആ പാപ സ്വഭാവങ്ങളെ അടക്കി നല്ല ശീലങ്ങളിൽ ജീവിക്കാം. പക്ഷേ അതുകൊണ്ട് ആ വ്യക്തി പാപിയല്ല എന്ന് വരുന്നില്ല. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് വ്യഭിചാര കർമ്മം ചെയ്യാൻ മാത്രമല്ല, ഒരു സ്ത്രീയോട് ഹൃദയത്തിൽ മോഹം തോന്നിയാൽ അത് വ്യഭിചാരമായിപ്പോയി. കൊല ചെയ്യരുത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനെ നിസ്സാര എന്ന് പറയുന്നവൻ കൊലപാതകം ചെയ്തു പോയി. നോക്കൂ, അപ്പം യേശുക്രിസ്തു പറയുമ്പോൾ പാപം എന്ന് പറയുന്നത് ആക്ഷനിൽ വന്ന അല്ല, മനസ്സിൽ, ചിന്തയിൽ എനിക്ക് അവനോട് അരിശ അല്ല കയ്പ്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഉള്ളിലെ ഭാവങ്ങളിൽ ആ പാപം ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങൾ അവർ ഉണ്ടാകുമ്പോൾ എന്ത് നിഷ്കളങ്കരാ അല്ലേ. പക്ഷെ അവർ വളർന്നു വരുമ്പോൾ അവരുടെ ഒരു കളിപ്പാട്ടം കൂട്ടുകാരനെടുത്ത് അടിക്കാൻ ചെല്ലുന്ന കാണാം. നമ്മൾ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പലഹാരങ്ങളോ ഒക്കെ ഈ കുഞ്ഞ് കട്ട് തിന്നുന്ന കാണാം. അത് ആരിലും വരുന്നുണ്ടോ എന്ന് നോക്കി. ആ കളവ് ആരും അതിനെ പഠിപ്പിച്ചില്ല, എൻ്റെ രക്തത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, മനുഷ്യൻ ഒരു പാപം ചെയ്താലും ആ ആക്ഷനിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും ആൾ പാപിയാണ്. അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാരൊക്കെ വളരെ ചീത്ത വർത്തമാനം, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർ, അല്ലെങ്കിൽ വളരെ അതുപോലെയുള്ള ലോ ലെവലിൽ ജീവിച്ച പലരും ചീത്ത വിളിക്കുകയും നമ്മൾ പറയുന്ന ഡിക്ഷണറി കൊള്ളാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഇവരൊക്കെ ചുമ്മാ വായെടുത്ത ചീത്ത പറയത്തുള്ളൂ, അഴുക്ക് മനുഷ്യരാ, കേട്ടില്ല നാക്കേന്ന് വരുന്നത്. പക്ഷേ നമ്മളിൽ പലർക്കും ഡിപ്ലോമാറ്റിക്കായിട്ട് ചീത്ത വിളിക്കാൻ അറിയാം. ആ വാക്കൊന്നും ഉപയോഗിക്കത്തില്ല. അതിനേക്കാൾ ഭയങ്കരമായിട്ട് മനുഷ്യൻ്റെ ഹൃദയത്തെ കുത്തി നോവിക്കാനുള്ള വളരെ വാക്കുകൾ അറിയാം. എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ നോട്ടത്തിൽ അവൻ്റെ ഈ പറഞ്ഞ നമ്മൾ ഡിക്ഷണറി ഇല്ലെന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചുള്ള ചീത്ത, അത് പിന്നെ പറഞ്ഞ രണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ അവൻ്റെ തീർന്നു. പക്ഷേ നമ്മളൊക്കെ ചിലപ്പോൾ പറയുന്ന വാക്കുകൾ, ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന കീറി മുറിക്കുന്ന വാക്കുകൾ, അത് കൊലപാതകമാണ് കർത്താവായ യേശു. സോ ചുരുക്കി പറഞ്ഞാൽ ഈ നല്ലവരെന്ന് പറയുന്ന ആരുമില്ല. കർത്താവിൻ്റെ നോട്ടത്തിൽ എല്ലാവരും കുഴപ്പക്കാരാണ്, പാപികളാണ്. അതുകൊണ്ടാണ് ആ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി മോശയുടെ ന്യായപ്രമാണപ്രകാരം വ്യഭിചാരം തെറ്റ, അവളെ കല്ലെറിയാൻ വേണ്ടി ഇതാ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമ്പോൾ അവർ കല്ലെറിയാൻ വന്ന പരീശന്മാരും ഒക്കെ പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് വ്യഭിചാരികളെ കല്ലെറിഞ്ഞ് കൊല്ലണം. യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുക. യേശുവിൻ്റെ ഐഡിയ വേറെയാണെന്നറിയാം. ഉടനെ യേശുവിനോട് ചോദിച്ചു, ഇങ്ങനെയാണല്ലോ ന്യായപ്രമാണം പറയുന്നത്, അങ്ങനെ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 8 എഴുതിയിരിക്കുന്നത്, ഷീ വാസ് കോട്ട് ഇൻ ദ വെരി ആക്ട് ഓഫ് അഡൾട്ടറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാക്ഷിയുടെ ഒന്നും ആവശ്യമില്ല, വ്യഭിചാര കർമ്മം പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളെ കൈയോടെ പിടിച്ചതെന്ന്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ പിടിച്ചെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? എനിക്കൊന്ന് അവനും കൂടെ ആയിരിക്കും മിക്കവാറും എറിയാൻ വന്നിരിക്കുന്നത്. എന്തായാലും ആയിക്കോട്ടെ, അവളെ മുമ്പിൽ കൊണ്ട് നിർത്തി അവൾ തലകുനിച്ച് നിൽക്കുമ്പോൾ ഇവളെ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിങ്ങനെ അവരിങ്ങനെ വലിയ വേറ്റിൽ നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ചിലർ പറയുന്നത് ഞാൻ അവരുടെ പാപങ്ങളെ നിലത്ത് വിരൽ കൊണ്ട് നിലത്തെഴുതി വെക്കുമെന്ന് പഴയ നിയമത്തിലൊരു ഭേദഭാവമുണ്ട്. അതുകൊണ്ട് കർത്താവ് ഈ എറിയാൻ വന്നവരുടെ ഹൃദയത്തിനകത്തെ കുഴപ്പങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ട് എഴുതുമായിരുന്നെന്ന് അങ്ങനെയൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല, മേ ബി. എന്നിട്ട് കർത്താവ് തല ഉയർത്തി അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. കല്ലെറിയണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ല, കല്ലെറിയണമെന്നാണല്ലോ മോശം പറഞ്ഞു. കല്ലെറിഞ്ഞു, കല്ലൊക്കെ കയ്യിലിഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ, എറിഞ്ഞു. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ആദ്യം എറിയുന്നയാൾ പാപം ഇല്ലാത്ത ആളങ്ങേറി, പിന്നെ പാപമുള്ളവർ എറിഞ്ഞോളാം എന്ന് വേണേൽ ഞാനൊരു വ്യംഗ്യാർത്ഥം പറയാം. ഏതായാലും ഒരാൾ പോലും അവിടെ എഴുതിയിരിക്കുന്ന ചെറിയവർ മുതൽ വലിയവർ വരെയും എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരടക്കം പാപം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു കളിപ്പാട്ടത്തിനെങ്കിലും വഴക്ക് പിടിക്കാത്ത ഒരു പിള്ളേരും ഇല്ലല്ലോ. ചെറിയവനടക്കം വലിയവനടക്കം എല്ലാവരും കല്ല് താഴെ ഇട്ടിട്ട് തലയും കുനിച്ചങ്ങ് പോയി. ഒടുവിൽ ഈ സ്ത്രീ മാത്രം നടുക്ക് ശേഷിച്ചു. കർത്താവ് അവളോട് ചോദിച്ചു, ആരും നിന്നെ കുറ്റം ചുമത്തിയില്ലേ? വാസ്തവത്തിൽ അവിടെ കല്ലെറിയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. കാരണം അവനിൽ പാപമില്ലായിരുന്നു.
അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. അവൻ കന്യകയിൽ നിന്ന് ഉരുവായതാ. പാപരക്തം അവനിൽ ഓടിയില്ല. ഹി വാസ് പെർഫെക്റ്റ്. അവൻ ദൈവം തമ്പുരാൻ തന്നെയാണ്. അവൻ പാപമില്ലാത്തവനാണേലും പാപിയോട് കനിവിലുള്ളവനായിരുന്നു. ഈ പാപം ചെയ്തവർക്കല്ലേലും പാപികളോട് കനിവില്ലാത്ത നമുക്ക് തന്നെ അറിയാമല്ലോ. അവിടെ കർത്താവ് അവളോട് പറഞ്ഞു, നിനക്കാരും ശിക്ഷ വിധിച്ചില്ല. അവൾ പറഞ്ഞില്ല, ആരും ശിക്ഷ വിധിച്ചില്ല. പിന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കുറ്റം ചുമത്തുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത്. യേശു അവളെ വെറുതെ വിടുകയാണ്. ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ, ഞാനും നിനക്ക് കുറ്റം വിധിക്കുന്നില്ല. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗത്ത് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ന്യായപ്രമാണപ്രകാരം പാപം ചെയ്താലേ പാപമാകത്തുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഹൃദയത്തിലുണ്ടെങ്കിൽ തന്നെ പാപമായി കഴിഞ്ഞു. അതാണ് ഈ ചെറുപ്പക്കാരൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം ഇനി ദൈവരാജ്യത്തിൽ അംഗമാകാൻ? ആർക്കും രക്ഷ പ്രാപിച്ചെടുക്കാൻ പറ്റത്തില്ല, തൻ്റെ പ്രയത്നം കൊണ്ട് കിട്ടത്തില്ല. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ അവിടെ പോകാമെന്ന് വെച്ചാൽ നടപ്പുള്ള കാര്യമല്ല. ചെയ്ത് അത് നേടാനൊക്കത്തില്ല. ഉടനെ കർത്താവ് അവരെ നോക്കി പറയാം, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിനല്ല താനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യൻ്റെ ഒരു ശ്രമം കൊണ്ടും ഇനി എൻ്റെ പാപമെല്ലാം മാറ്റി ഞാൻ നല്ലവനാണെന്ന് വെച്ചാൽ പിന്നെ എവിടെയെങ്കിലും പ്രശ്നമാണ്. അങ്ങനെ ഒക്കത്തില്ല. എന്തെങ്കിലും യാഗമോ വഴിപാടോ കഴിച്ച് സാധ്യമല്ല. മുമ്പേ നമ്മൾ കേട്ട ആ കൊർന്നല്യോസ് ആണെങ്കിൽ നന്മ മാത്രമേ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. അയാളോടും ദൈവം വന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ഒക്കെ ഇവിടെ എത്തി, പക്ഷേ നീയും നിൻ്റെ ഗ്രഹവും രക്ഷപ്പെടുവാൻ പത്രോസിനെ വരുത്തി പ്രസംഗം കേൾക്കണം. നീയും നിൻ്റെ ഗ്രഹവും രക്ഷപ്പെടുവാനുള്ള വചനം അവൻ നിനക്ക് തരും. നോക്കൂ, നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ഒക്കെ ഇവിടെ എത്തി, നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ എത്തി, പക്ഷേ നീ ഇവിടെ വരണമെങ്കിൽ സുവിശേഷം കേൾക്കണം. അങ്ങനെ പത്രോസിനെ വിളിക്കുന്നു. പത്രോസ് അവിടെ പോയി പറഞ്ഞ സുവിശേഷം എന്നാണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം അയച്ചു. അവൻ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്, രക്ഷയുണ്ട്. അതാണ് യേശു ഇവിടെ പറഞ്ഞ്, കുഞ്ഞെ, മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ട് ഇത് അസാധ്യം, എന്നാൽ ദൈവത്തിന് സാധ്യം. ഇത് ഞാൻ ദാനമായി തരാൻ വന്നതാണ്. നോക്കൂ, ദൈവം കൊടുത്ത രക്ഷ തന്നെ ആയിരുന്നു ആ ധനവാനായ ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ വന്ന യേശു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തൊക്കെ ലോകത്തെ സ്നേഹിച്ചു. യേശുവാ രക്ഷ. അതുകൊണ്ടാണ് യേശു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ശിമയോൻ പറയുക, ഇതാ സകല ജാതികളുടെ മുമ്പിൽ ദൈവം ഒരുക്കിയ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. രക്ഷയുടെ അടുക്കൽ ചെന്നിട്ടാണ് ചോദിക്കുന്നത്, ഞാൻ എന്തോ ചെയ്യണമെന്ന്. നിൻ്റെ രക്ഷയായ യേശു. നീ പാപിയാ, നിനക്ക് പലതും പറ്റിയില്ല, നീ ദൈവത്തിന് കൊടുക്കണമെന്നും കൊടുക്കാൻ പറ്റിയില്ല, നീ ധനവാനല്ല, നിന്നെ ഒന്നും ചെയ്ത് നിൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. നിനക്കും എനിക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയായ യേശു. ആ യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, യേശുവേ, എൻ്റെ ജീവിതം ഇതാ, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാവരും രക്ഷിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യേശുവിനെ എൻ്റെ കർത്താവാന്ന് സ്വന്തം വാവുകൊണ്ട് ഏറ്റുപറയും. ആ യേശുവിനെ ദൈവം മരിച്ചവിടെ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഒരാൾ ഹൃദയത്തിൽ വിശ്വസിച്ചേറ്റാൽ രക്ഷിക്കപ്പെടും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, രക്ഷ സൗജന്യമാണ്, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. അതുകൊണ്ടാണ് എഫേസ്യലേഖനം 2 നമ്മൾ വായിക്കുന്നത്, കൃപയാലത്രേ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു, അത് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. എഫേസ്യർ 2:8. ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. അത് നമ്മുടെ ഒരു സൽപ്രവൃത്തി കൊണ്ടുമല്ല. മഹാകള്ളനും ഇത് കിട്ടും, ഏറ്റവും നല്ലവനും ഇത് കിട്ടും. കുരിശിൽ കിടന്ന കള്ളനും കൊർന്നല്യോസിനും ഒക്കെ ഒരേ രക്ഷ. ദൈവത്തിൻ്റെ നോട്ടത്തിൽ കുരിശിൽ കിടന്ന കള്ളനും കൊർന്നല്യോസും പരീശനും പുരോഹിതനും പാസ്റ്ററും എല്ലാം ഒരുപോലെയുള്ളൂ. നമ്മളെല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദയസില്ലാത്തവരായി. കുറച്ച് നല്ലവരും തോന്നിയാലും ദൈവത്തിന് അങ്ങനെ തോന്നില്ല. എല്ലാവരെയും രക്ഷിപ്പാൻ ഒരേ രക്ഷാമാർഗം ദൈവമൊരുക്കി യേശു. അത് ക്രിസ്ത്യാനിയുടെ ദേവനല്ല, മാനവജാതിയുടെ രക്ഷകനാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു ധാരണ, അത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ രക്ഷപ്പെടൂ എന്നുള്ള ആ ധാരണപ്പശവും മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നമ്മൾ പറഞ്ഞ 2 ധാരണകൾ തിരുത്താനുള്ള 2 കാര്യങ്ങൾ കൂടെ. അതെ, നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകണം. ആ വചനവും
കൂടാതെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരം കൊണ്ടുവരുന്നു. ദൈവം മാനസാന്തരത്തിനായി നമ്മളെ ദുഃഖിപ്പിക്കുമോ? ഇതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിലൂടെ ഏത് മഹാഭാവിക്കും രക്ഷയുണ്ടല്ലോ. ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്തിട്ടല്ല, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, ഞങ്ങൾക്ക് അതും സാധിക്കത്തില്ല. അവിടെയും അങ്ങനെയുള്ളവർക്കും ദാനമായി രക്ഷ കൊടുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഞങ്ങൾ കേട്ടു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവിലുള്ള മഹാസന്തോഷം കൊണ്ട് നിറയട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി നന്മകളാൽ നിറയ്ക്കട്ടെ. നമ്മുടെ ധാരണകൾ മാറട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മുടെ ധാരണകൾ തിരുത്തുന്ന തിരുവചനങ്ങൾ നമുക്ക് കേൾപ്പാൻ സാധിക്കും. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. I bless you in Jesus' name. Amen. देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।